ഹായ് പാർട്ട്നേഴ്സ്, സൗദിയിൽ ഒരു കമ്പനിയുടെ ഫിസിക്കൽ ഇയർ ജനുവരി മുതൽ ഡിസംബർ വരെയാണോ? ജൂലൈയിലോ ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഒരു മാസം മുതൽ 12 മാസം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. ഇന്നത്തെ സൊല്യൂഷൻ അതാണ്. സൗദി ഇൻകം ടാക്സ് നിയമം ആർട്ടിക്കിൾ 22 ടാക്സബിൾ ഇയർ അനുസരിച്ച് സൗദി അറേബ്യയുടെ ഒഫീഷ്യൽ ഫിസിക്കൽ ഇയർ ആയ ജനുവരി 1 തുടങ്ങി ഡിസംബർ 31 അവസാനിക്കുന്ന പീരിയഡ് തന്നെയാണ് നമ്മുടെയും ഡീഫോൾട്ട് ടാക്സബിൾ ഇയർ. എന്നാൽ നിയമം നമുക്ക് മറ്റൊരു ഓപ്ഷൻ തരുന്നുണ്ട്. വേണമെങ്കിൽ 12 മാസം നീണ്ടു നിൽക്കുന്ന മറ്റൊരു കാലയളവ്, ഉദാഹരണത്തിന് ജൂലൈ 1 മുതൽ അടുത്ത ജൂൺ 30 വരെ നമ്മുടെ സാമ്പത്തിക വർഷമായി തിരഞ്ഞെടുക്കാം. അതിന് നിയമപരമായ ചില നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് മാത്രം. ഇനി നമ്മൾ നമ്മുടെ സാമ്പത്തിക വർഷം മാറ്റുകയാണെങ്കിലോ, ഉദാഹരണത്തിന് നമ്മൾ ഇതുവരെ ഡിസംബർ 31 അവസാനിക്കുന്ന വർഷമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മാറ്റി ജൂൺ 30 ആക്കുകയാണെന്ന് കരുതുക. അപ്പോൾ അവസാനത്തെ ഡിസംബർ 31 കഴിഞ്ഞ് അടുത്ത ജൂൺ 30 വരെയുള്ള 6 മാസക്കാലം ഒരു ഷോർട്ട് ഇൻഡിപെൻഡന്റ് ഫിസിക്കൽ പീരിയഡ് ആയി കണക്കാക്കും. ആ 6 മാസത്തേക്ക് പ്രത്യേകമായ ഒരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. അതുപോലെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ വർഷമോ അല്ലെങ്കിൽ ബിസിനസ് നിർത്തുമ്പോഴുള്ള അവസാനത്തെ വർഷമോ 12 മാസത്തിൽ കുറവാകാം. അതും ഒരു ഷോർട്ട് ഫിസിക്കൽ പീരിയഡ് ആയി കണക്കാക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, കമ്പനി നിയമം അനുവദിക്കുന്ന, അതായത് കമ്പനീസ് ആക്ടിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് ആക്ട് ആണ്. ഇനി കമ്പനി നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്, ആ കുറഞ്ഞ മാസങ്ങളെ അടുത്ത വർഷത്തോടൊപ്പം ചേർത്ത് ലോങ് ഫിസിക്കൽ പീരിയഡായി ഒറ്റ റിട്ടേൺ ആയി ഫയൽ ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് നമ്മുടെ കമ്പനി തുടങ്ങിയത് ജൂലൈ മാസത്തിലാണെങ്കിൽ നമ്മുടെ ഈ ടാക്സബിൾ ഇയർ ഈ വർഷം 6 മാസത്തിൽ കുറവായിരിക്കുമല്ലോ. ഈ ഷോർട്ട് പീരിയഡ് ഈ വർഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാതെ അടുത്ത വർഷത്തേക്ക് നീട്ടി വെച്ച് ഈ വർഷത്തേതും അടുത്ത വർഷത്തേതും ഒരുമിച്ച് ഫയൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ ഒരു വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ടിങ് ചെലവുകളൊക്കെ നമുക്ക് ലാഭിക്കാനും പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു നിയമം നമ്മുടെ ഗ്രൂപ്പ് കമ്പനികളെ സംബന്ധിച്ചാണ്. നമുക്ക് ഒന്നിലധികം റിലേറ്റഡ് കമ്പനികൾ ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഹോൾഡിംഗ് കമ്പനിയും അതിൻ്റെ സബ്സിഡിയറി കമ്പനികളും, അവയെല്ലാം ഒരേ ടാക്സബിൾ ഇയർ തന്നെ ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇനി വരവ് ചിലവ് കണക്കുകൾ എപ്പോൾ റെക്കോർഡ് ചെയ്യണം, എന്താണ് ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും തുടങ്ങിയ ചില കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായി നോക്കാം. ഹോപ്പ് ടു സീ അഗൈൻ. നൗഷാദ് അക്യുറേറ്റ്.